ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് WWE തന്നെ എക്കാലത്തെയും മികച്ച സൂപ്പർ സ്റ്റാറായി കെയിനുമായിട്ട് വന്നപ്പോഴേക്കുന്ന ഒരു വീഡിയോ ആണിത്. WWE കാണാത്തവർക്ക് പോലും അറിയാത്ത 3 പേരുകളുണ്ട്. ആ ഒരു പേരുകൾ എന്ന് പറയുന്നത് 1 ജോൺ സിന, 2 അണ്ടർടേക്കർ, 3 കെയിനാണ്. ഞാനിപ്പോൾ WWE ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഫ്രണ്ട്സിനോട് അധികം സംസാരിക്കാറില്ല. പക്ഷേ പണ്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക്, അതായത് WWE കാണാത്തവർക്ക് അറിയാവുന്ന 3 പേരുകളെ ഉള്ളതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കെയിന്, അണ്ടർടേക്കർ, അതുപോലെ തന്നെ ജോൺ സിനയാണ്. കെയിൻ എന്ന് പറയുന്ന ആ ഒരു ഡെവിൽ ക്യാരക്ടർ കൊണ്ടുവന്ന ഓളം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. കെയിൻ്റെ അത്ര മികച്ച മാസ്ക്ഡ് സൂപ്പർ സ്റ്റാർ, അതായത് ഡെവിൽ സൂപ്പർ സ്റ്റാർ ഇന്നേ വരെ WWE ചരിത്രത്തിൽ വന്നിട്ടില്ല. ബ്രേ വൈറ്റൊക്കെ ഉണ്ട്, എന്നെങ്കിൽ പോലും അത് ഫീൻ എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ ഉണ്ട്. പക്ഷേ കെയിൻ്റെ ഒന്നും ഏഴയിലത്ത് അതെത്തില്ല. കെയിനെ കണ്ട് നമ്മൾ പണ്ട് പേടിച്ചിരുന്നു. അത് ആ ഒരു തീയും അദ്ദേഹത്തിൻ്റെ ആ ഒരു മാസ്കും, അതായത് നമ്മൾ പണ്ട് കേട്ടൊരു കഥയാണ്. അതായത് കെയിൻ്റെ മുഖം തീ കൊണ്ട് പൊള്ളിയതാണ്, അതുകൊണ്ടാണ് അധികം മാസ്ക് ഇട്ടേക്കുന്നത്. സോ അതൊക്കെ ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടൊക്കെ ആ ഒരു സമയത്ത് നമുക്ക് കെയിനെ കാണുന്നതിൻ്റെ പേടിയാണ്. അതായത് നമ്മളൊരു ഡെവിലായിട്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ കണ്ടിരുന്നത്. ഇനി കെയിൻ WWE റെസ്ലർ എന്ന രീതിയിൽ WWEക്ക് വരാനുള്ള സാധ്യതകളൊക്കെ ഏതാണ്ടൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. നേരത്തെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ. അത് ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ബട്ട് അതൊന്നുകൂടെ ക്ലിയർ ആക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് കെയിൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറിൻ്റെ ഫിസിക്കും ഫ്ലെക്സിബിലിറ്റിയും അതെല്ലാം കണ്ട് താൻ ഞെട്ടിയിരിക്കുകയാണ്. തൻ്റെ ആ ഒരു സമയത്ത് ഇതിൻ്റെ അടുത്തൊക്കെ വരെ പെർഫോം ചെയ്തിരുന്നു എന്ന് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഞെട്ടലാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ തനിക്കിനി ഇതുപോലെയൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുമോ തോന്നില്ലെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ ഉള്ള പല ആളുകളും അതായത് തിരിച്ചു വരുമോ, WWEക്ക് തിരിച്ചു വരുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നെവർ സേ നെവർ എന്നാണ്. അതുകൊണ്ട് തന്നെ ഞാനും ആ ഒരു ട്രെൻഡിങ് വേർഡ് പറയുകയാണ്, നെവർ സേ നെവർ എന്ന്. പിന്നെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഭാവിയിൽ വേറെ ഏതെങ്കിലും റോളിൽ താൻ വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് താൻ നെവർ സേ നെവർ എന്ന് പറയുന്നതെന്ന്. സോ കെയിൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ കെയിൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, കെയിൻ എന്ന് പറയുന്ന നമുക്ക് അന്ന് ഓർമ്മകളൊക്കെ ഇനിയില്ല എന്ന് തന്നെ പറയണം. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കെയിനിനും WWEക്കൊന്നും വരാൻ പോകുന്നില്ലെന്ന്. അദ്ദേഹം ഇപ്പോൾ ഭയങ്കര ബിസിയാണ് മേയറായിട്ടൊക്കെ. സോ കെയിനിനും WWEക്ക് വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയ ക്യാരക്ടർ അല്ലെങ്കിൽ ഹാൾ ഓഫ് ഫെയിം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരാനുള്ള സാധ്യതകളേ ഉള്ളൂ. ആ ഒരു പഴയൊരു കെയിനും നമുക്കിനി ഒരിക്കലും കാണാൻ സാധിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ കെയിൻ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് എല്ലാവരെയും പേടിപ്പിക്കുകയും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു. അത് ആ ഒരു ക്യാരക്ടറായിരുന്നു. സോ എനിക്ക് അതിനെ കാണാൻ പറ്റില്ല, WWE റെസ്ലർ ചെയ്ത് കാണാൻ പറ്റില്ല എന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു വിഷമം. സോ ഈ ഒരു വീഡിയോ ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവർ ഗുഡ് ബൈ.